പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. A+ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ് കേരള പാഠാവലിയിലെ കഥകളതിമോഹനം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യ ഉത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കൃത്യമായി ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ള ഉത്തരങ്ങൾ കുട്ടികൾ ഈ ഭാഗം നോക്കി നോട്ട് ബുക്കിലേക്ക് വൃത്തിയായി എഴുതിയെടുത്ത് പഠിക്കണമെന്ന് കൂടെ അറിയിക്കുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: പഞ്ചവർണ്ണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. ഭോജ്യം എന്ന് പറഞ്ഞാൽ അറിയാം, ഭക്ഷണം. നോക്കുക, ഉത്തരം ശ്രദ്ധിക്കുക. മനസ്സ് തെളിഞ്ഞുകൊണ്ട് പാലു കുറുക്കി കൊഴുത്തതിൽ പഞ്ചസാര പൊടി കൂടി കുഴമ്പാക്കിയതും, നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അത് മെല്ലെ തിരുമ്മി ഉടച്ച് തേനും ശർക്കരയും പൊടിച്ചിട്ടതും വെള്ളിത്തെളികയിൽ വെവ്വേറെ വെച്ചിരിക്കുന്നുണ്ട്. അതെടുത്ത് കഴിച്ചാലുമെന്ന് തത്തയോട് കവി ആവശ്യപ്പെടുന്നു. ഇനി ദാഹമുണ്ടെങ്കിൽ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും ആവോളം കുടിച്ചോളൂ എന്നും കവി പറയുന്നു. തത്തയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ നൽകി സന്തോഷിപ്പിച്ച് കഥ പറയാനാണ് കവി പിന്നീട് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കർണസുഖം ഞാൻ പറകയില്ല ആരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളെയാണ് കർണസുഖം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ കർണനും ഇപ്രകാരം തന്നെയാണ് പറയുന്നത്: മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി കർണസുഖമുള്ള വാക്കുകൾ ഞാൻ ആരോടും പറയാറില്ല എന്ന്. ഇവിടെ കർണന് സേനാപതിയാകാൻ അവസരം ലഭിച്ചപ്പോൾ തന്നെക്കാൾ യോഗ്യനായ ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷണത്തെ നിരസിക്കുകയാണ് അദ്ദേഹം. ഇത് ഇന്നത്തെ തലമുറകൾക്ക് കൂടിയുള്ള പാഠമാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ കർണൻ്റെ ഈ നിലപാടുകൾക്ക് സ്ഥാനമുണ്ട്. ഇവിടെ കർണൻ സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: പഞ്ചവർണ്ണക്കിളി പെട്കിടാവേ തെളിഞ്ഞൻ ചെവി രണ്ടും കുളിർക്കപ്പറക നീ. അടുത്ത വരി: കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. ചെവി രണ്ടും കുളിർക്ക പറയുക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചുള്ള സന്ദർഭങ്ങളാണ് ഇത്. രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം? സ്വാഭിപ്രായം സമർത്ഥിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യ ഭാഗത്ത് ചെവി രണ്ടും കുളിർപ്പിക്കുന്ന കഥകൾ സന്തോഷത്തോടെ പാടിപ്പറയാനാണ് കവി ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് കർണസുഖത്തിനു വേണ്ടി ഞാൻ ആരോടും ഒന്നും പറയുകയില്ല എന്നതും ആകുന്നു. രണ്ടും കർണസുഖം എന്നതിൽ ഒരേ അർത്ഥമാണെങ്കിലും സന്ദർഭത്തിൽ ഇവ വ്യത്യസ്തമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ആദരാരെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിനി നിർണയം. കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണ്. ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. മുകളിൽ നൽകിയ കവിവചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമായി കുറിപ്പ് തയ്യാറാക്കുക. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് ആദരവോടുകൂടി ധാരാളമായി കോരി വിളമ്പിയാൽ എന്തും സ്വാദില്ലാതാകും എന്നാണ് നമ്പ്യാർ പറയുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് എഴുത്തച്ഛൻ പറയുന്നത് നന്നായി ചുരുക്കി ഞാൻ പറയാമെന്നതാണ്. അതായത് ഒന്നും അധികമാവരുത് എന്നും എല്ലാം പാകത്തിനായിരിക്കണം എന്നുമാണ് ഇതിൽ രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം കൊടുത്തിട്ടുണ്ട്. ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ഭാഗമാണ് സ്ത്രീപർവം. തുടർന്ന് തൊട്ടു താഴെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവവും കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: മുകളിൽ നൽകിയിട്ടുള്ള വരികളും
പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക എന്നതാണ്. നമുക്ക് കുട്ടികൾ ക്ലാസ്സിൽ നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ എടുക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അത് ചൊല്ലി അവതരിപ്പിക്കാം. അടുത്ത ഭാഗം നോക്കുക. കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ? ചർച്ച ചെയ്യുക. മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാങ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതയെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരം ശ്രദ്ധിക്കുക. മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയത്തിലെ കവികളിൽ ഒരാളാണ് ഇദ്ദേഹം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൃതികൾ പറയുന്ന പോലെ ചൊല്ലുന്നതുണ്ടു കനക്ക ചുരുക്കി ഞാൻ എന്ന വരികളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ കാവ്യരീതിയുടെ സവിശേഷത. അതായത് വളരെ കുറഞ്ഞ വാക്കുകളെ കൊണ്ട് അതിമനോഹരമായ ഒരു കാവ്യലോകം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ പ്രാസഭംഗിയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാവുന്നതാണ്. കൂടാതെ മറ്റൊരു സവിശേഷതയാണ് വാങ്മയ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് വായനക്കാർക്ക് ഒരു രംഗം കാണുന്ന പ്രതീതി തന്നെ രൂപപ്പെടുത്താൻ ഈ കൽപ്പന കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് കഥകളതിമോഹനം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ചോദ്യ ഉത്തരങ്ങളായിട്ടുള്ളത്. കുട്ടികൾ കൃത്യമായ രീതിയിൽ ഈ ഉത്തരങ്ങൾ എഴുതി വയ്ക്കുക. ഈ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും കാണുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.